മോർണിംഗ് ഗായ്സ്. ഇവിടെ മഞ്ഞ് പെയ്യുകയാണ്, കാണാമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒരു സീബ്ര ക്രോസിങ്ങിൽ നിൽക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇറങ്ങി. ആക്ച്വലി ഇത് ഞങ്ങളുടെ വിയന്നയിലെ 4th ഡേ ആണ്, ബട്ട് ഞങ്ങളിങ്ങനെ കറങ്ങാൻ ഇറങ്ങണ 3rd ഡേ ആണ്. സോ ഇപ്പം ഞങ്ങൾ അതെ ഫേമി ബ്ലോഗിലാണ്. മറ്റേ മഞ്ഞ് ചെറുതായിട്ട് വീഴുന്നതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കണം. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഒരു സൊവനീറൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ സ്ഥലവും കൂടെ കാണാൻ പോകാനുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടെ ആണ്. നോക്കാം. സോവനീർ മേടിച്ചു, കാണിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ട അവിടെ ഫുള്ള് മഞ്ഞാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഷൂ കപ്പ് നീക്കിക്കടി ഒന്ന് ഫോക്കസ് ആവുന്നില്ല. അല്ല ഇത് ഞെക്കാൻ ഇവിടെ കണ്ടോ, ഞങ്ങളുടെ ഷൂ കപ്പ് സൊവനീർ ഞങ്ങൾ മേടിച്ചു. നല്ല അടിപൊളി സൊവനീറാണ്. വിയന്നയിൽ വരുന്നവരെല്ലാം ഈ ഷൂ കപ്പ് സൊവനീർ മേടിക്കേണ്ടതാണ്. ഞാൻ മേടിക്കാൻ വന്ന, പക്ഷെ ഇവിടുന്ന് മേടിക്കുന്ന അല്ല, എവിടെ കട തുറന്നുണ്ടാവോ? അത് നമ്മൾ സ്റ്റട്ടിലേക്കാ പോകുന്നേ. ഞാൻ മാത്രം മേടിക്കാൻ വന്ന, പക്ഷെ എന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ മേടിക്കൂന്ന്. ശിവകാമി നീ വിചാരിച്ചത് ഞാൻ ഇവര് ചീത്തയാക്കുവാണ് ഗൈസ്. ഞാനത് ഉണ്ടായിരുന്നോ? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞോളൂ, ഷൂക്കപ്പ് മേടിക്കണം. അതുകൊണ്ടാ. ഓക്കെ, മഞ്ഞ് പെയ്യുന്നുണ്ട്, കാണാവോന്നും അറിയില്ല, ബട്ട് മഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്. ചൂട് പോയോ? നിൽക്കുന്നില്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ. അയ്യോ, അതുണ്ടോ? ഒരു സ്നോമാനെ ഉണ്ടാക്കുകയാണ്. കൊള്ളാം. വരുക ഓ എന്തോ. എടി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കടി. ഇവിടെ 2 പേർക്ക് ഇരിക്കാം, അവിടെ വേണമെങ്കിൽ ഒരാൾക്ക് ഇരിക്കാം. ഇരുന്നോ? 2 പേരും ഇരുന്നോ? ഞങ്ങൾക്ക് ഇത് പിടിക്കുമോ? അയ്യോ, അത് സൂക്ഷിക്കണം. ഇതിവിടെ ഇരിക്കണല്ലേ? ഇരിക്കണം. ഓസ്ട്രിയയുടെ തെരുവുകളിൽ കൂടി നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. നിങ്ങൾ വിൻ്ററിൽ എവിടെയും പോകാനൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ രണ്ടാമതൊന്നും കൂടെ ആലോചിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്താൽ മതി. അയ്യോ, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് പറയുന്നതാ. വേറൊന്നും വിചാരിക്കില്ല. വിൻ്ററിൽ സ്ഥലങ്ങൾ കാണാൻ ഭംഗിയായിരിക്കും മഞ്ഞ് വീണ് കിടക്കുമ്പോൾ. ഓരോ ദിവസം വരുമ്പോഴും വേറെ രീതിയാണ്. കണ്ടോ,
ഇതാണ് സ്റ്റെഫാൻ കിർക്കെ. ഈ സ്റ്റെഫാൻ കിർക്കയുടെ ഫ്ലാറ്റ്സും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ പേരും സ്റ്റെഫാൻ ഫ്ലാറ്റ്സ് എന്നാണ്. സോ ഇവിടെ കുറേ ലക്ഷറി ബ്രാൻഡിൻ്റെയൊക്കെ എന്താ പറയുക കടകളും അങ്ങനെയെല്ലാണ്. ഇത് കണ്ടോ, ലിൻറ്റിൻ്റെ ഷോപ്പാണിത്. ആ വരുന്നു രണ്ടെണ്ണം നമുക്കറിയാവുന്ന രണ്ടുപേരാണ്. ഹലോ ഹലോ മിസ് പൗർണമി. ബെസ്റ്റ്, നല്ലതാ. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാം അല്ലേ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇവിടെ വന്നപ്പോണ്ടല്ലോ ഫുൾ മലയാളികളാണ്. അതെ, എവിടെ നോക്കിയാലും മലയാളി. പക്ഷെ ഞങ്ങള് സ്ലോവാക്കിയെ പോയപ്പോഴത്തേക്കും സ്ലോവാക്കിയ പോയപ്പോ അങ്ങനെ അധികം ഇന്ത്യക്കാർ പോലും അങ്ങനെ കുറവായിരുന്നു. ബട്ട് ഇവിടെ നല്ല ആൾക്കാരുണ്ട്. ടന്നുങ്ങായിലെത്തി. തുറന്ന ഒക്കെ ഫ്രണ്ട് കൈയില്ല ഗൈസ് തുറക്കാൻ, അതുകൊണ്ടാണ്. എന്താ അയാളങ്ങനെ നോക്കണം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കുക. എവിടെ നമ്മൾ കയറിയാണ്? ചട്ടന്നുങ്ങ. പേരെങ്ങനെയാണെങ്കിൽ ഫുഡ് അടിപൊളിയാണ്. കണ്ടിട്ട് മെനു കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നോ ഐഡിയ. നമ്മുടെ ഗംഗമോൾ ഇവിടെ ഉണ്ട്. ഗംഗമോളിൻ്റെ വേറെ കാണണം. ഇച്ചിരി കൺജസ്റ്റഡാണ്, അത് മുതലേക്ക് ഈ സീറ്റ് കിട്ടിയില്ല. സീറ്റ് ഇച്ചിരി കൺജസ്റ്റഡാണ്. അത് മാത്രമേ കിട്ടുള്ളൂ. കുഞ്ഞു ടേബിളോ ഇതിന് ഓപ്പണൊക്കെ ബെറ്ററാണ്. അവിടെ ഓപ്പൺ ഇല്ലേ, അവിടെ കഴിക്കുന്നില്ല. അതിനേക്കാൾ ബെറ്ററാണ്. ചൂടാണ് സെക്കൻഡ് നമ്മുടെ ഫ്രണ്ട് വശം ഉണ്ടോ ഉദ്ദേശിച്ച് അതിലും ഞങ്ങളിനി കഴിക്കാൻ പോവുകയാണ്. ആക്രമിക്കട്ടെ. വീഡിയോ കുഞ്ഞിക്ക് പട്ടി പോകാൻ അതിനകത്ത് ഒന്നുമില്ല. ടേബിളിലെ ഞങ്ങൾ സെൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഗംഗമോൾ എവിടെയുണ്ട്? മണിക്ക് എന്തോ പറ്റി ഉറക്കം വരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പല പല വിഷമങ്ങളുണ്ടാവും. ചീസ് കേക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല മധുരം. ഞങ്ങൾ ആരും അത്ര മധുരം കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ട് മത്ത് പിടിച്ച പോലെ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പ്ലേറ്റിൻ്റെ അവസ്ഥ. ഇവിടുത്തെ ഓരോരോ ഡെക്കറേഷൻസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല പറയാനായിട്ട്. ഇതുണ്ടോ, ഇതാണ് സ്റ്റെഫാൻ കത്തീഡ്രൽ. ഞങ്ങൾ സ്റ്റെഫാൻ കത്തീഡ്രലിൻ്റെ സൈഡിലാണ്. ഒരു ഗോത്തിക് ചർച്ചാണ്. ആൻഡ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദിസ്, ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് വാവ്. കൊള്ളാം. മൂഞ്ചി ഗൈസ്, മൂഞ്ചി.
വഴിതെറ്റി കാഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മുടിയൊക്കെ ഒരു കോലമായി. ഞങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും. ഇപ്പം ഞങ്ങൾ ഉബാനിലല്ല ഉബാനിൽ കയറാൻ വേണ്ടി പോവുക. ഗുഡ് ബൈ പറഞ്ഞു ഗൈസ്. വീട്ടിൽ പോട്ടെ. അതെ, അങ്ങനെ വ്ളോഗ് ചേർന്നിരിക്കുകയാണ്. വിയന്ന വ്ളോഗ്. നെക്സ്റ്റ് ട്രിപ്പിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ.